ഞാൻ മിനിമോൾ തിരുവനന്തപുരം സ്വദേശിയാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അസിസ്റ്റൻറ്റ് ജനറൽ മാനേജറായി വർക്ക് ചെയ്യുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞാൻ മലപ്പുറവും കോഴിക്കോടും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. കഴിഞ്ഞ 7 വർഷങ്ങളായിട്ട് മലപ്പുറവുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുകയാണ്. 7 വർഷങ്ങൾ ഈ നാട്ടിൽ താമസിച്ചപ്പോഴാണ് എന്നാൽ പിന്നെ ഇവിടെ തന്നെ സെറ്റിലായാലോ എന്നുള്ള ആലോചന തുടങ്ങിയത്. ഈ ആലോചന ചെന്നെത്തി നിന്നത് ഹോംസ്റ്റെഡിൻ്റെ റിവറൈൻ പ്രോജക്റ്റിലാണ്. ഹോംസ്റ്റെഡിൻ്റെ എല്ലാ പ്രോജക്റ്റുകളും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. മലപ്പുറം പ്രോജക്റ്റിൻ്റെ പ്രത്യേകമായി എനിക്ക് തോന്നിയ കാര്യം അതിൻ്റെ ഒരു മനോഹാരിതയാണ്. തൊട്ട് മുന്നിൽ മലപ്പുറം പാണക്കാട് വിശാലമായ റോഡും തൊട്ട് പിന്നിൽ കടലുണ്ടിപ്പുഴയുടെ അതിമനോഹരമായ കാഴ്ചയും. പിന്നെ രണ്ടാമതൊന്നും ആലോചിച്ചില്ല. മലപ്പുറത്തുള്ള ഹോംസ്റ്റെഡിൻ്റെ റിവറൈൻ പ്രോജക്റ്റിലേക്ക് അതിനെ ഉറപ്പിച്ചു. ഞാൻ 18ാമത്തെ നിലയിലാണ് എൻ്റെ ഫ്ലാറ്റ് ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് എൻ്റെ റിവറൈനിലേക്കുള്ള ജേണി. ഹോംസ്റ്റെഡിൻ്റെ എല്ലാ പ്രോജക്റ്റുകളും SBIയുടെ അപ്രൂവ്ഡ് പ്രോജക്റ്റുകളാണ്. മലപ്പുറം പ്രോജക്റ്റിൻ്റെ ഈ റിവറൈൻ്റെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ഗ്രാമത്തിൻ്റെ ആ ഭംഗി അതേപോലെ നിലനിർത്തിക്കൊണ്ട്, അതായത് തൊട്ട് മുന്നിൽ വിശാലമായ മലപ്പുറം പാണക്കാട് റോഡ്, നഗരത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളും വിത്തിൻ 2 കിലോമീറ്റർ കിട്ടുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ തൊട്ട് പിറകിൽ കടലുണ്ടിപ്പുഴയുടെ അതിമനോഹരമായ കാഴ്ചയും. ഇതൊരു വലിയൊരു അട്രാക്ഷനായിട്ട് തോന്നുകയും ഞാൻ അങ്ങനെ ഈ പ്രോജക്റ്റിൽ എൻ്റെ വീട് തിരഞ്ഞെടുക്കപ്പെടുകയുമാണ് ഉണ്ടായത്. മനസ്സിൽ ഉദ്ദേശിച്ച എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളോടുകൂടി, അതുപോലെ തന്നെ എന്നാൽ അതേസമയം തന്നെ ഗ്രാമത്തിൻ്റെയും നഗരത്തിൻ്റെയും എല്ലാ സുഖ സൗകര്യങ്ങളും സന്തോഷങ്ങളും തരുന്ന തരത്തിലുള്ള ഒരു പ്രോജക്റ്റ് ആയതുകൊണ്ടാണ് ഈ റിവറൈനിലേക്കുള്ള എൻ്റെ യാത്ര അവസാനിച്ചത്. ഞാൻ ഇതിൻ്റെ ബഡ്ജറ്റ് പരിശോധിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, സാധാരണക്കാരന് താങ്ങാവുന്ന ഒരു EMIക്കകത്താണ് ഇതിൻ്റെ ഒരു ബഡ്ജറ്റ് വരുന്നത്, ഈ പ്രോജക്റ്റിൻ്റെ ബഡ്ജറ്റ് വരുന്നത്. അതും ഒരു കാരണമായി. നമ്മളെപ്പോലുള്ള മിഡിൽ ക്ലാസ്സുകാർക്കും അതുപോലുള്ള ബാക്കിയുള്ള സാധാരണ ഇൻകം ലെവലിലുള്ളവർക്കുമൊക്കെ അഫോർഡബിളായ ഒരു പ്രോജക്റ്റാണ്. SBI അപ്രൂവ്ഡ് ആണ്. ഇതൊക്കെയാണ് ഈ പ്രോജക്റ്റിലേക്ക് എന്നെ ആകർഷിച്ച പ്രധാനപ്പെട്ട ഘടകം. പിന്നെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, മലപ്പുറം ടൗണിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ബഹുനില അപ്പാർട്ട്മെൻറ്റ് ഇല്ല. വളരെ ചെറിയ അപ്പാർട്ട്മെൻറ്റുകൾ മാത്രമാണ് ഞാൻ കണ്ടിരുന്നത്. അപ്പോൾ ഒരു ബഹുനില അപ്പാർട്ട്മെൻറ്റ്, ഇത്രയും ഉയരം കൂടിയ ഒരു ബഹുനില അപ്പാർട്ട്മെൻറ്റ് ആദ്യമായിട്ടാണ്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ 18ാമത്തെ നിലയിലുള്ള ഒരു കാഴ്ച നമ്മൾ ഒരു 3D കാഴ്ചയായിട്ടൊക്കെ കണ്ടപ്പോൾ വളരെ മനോഹരമായിട്ട് തോന്നുകയും ആ അപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്യുകയും ചെയ്തു. അതോടൊപ്പം തന്നെ മലപ്പുറം ടൗണിൽ ആദ്യമായിട്ടാണ് എൻ്റെ അറിവിൽ ഇത്രയധികം അമ്യൂണിറ്റീസോടുകൂടി, ഇത്രയധികം സുഖ സൗകര്യങ്ങളോടുകൂടി, ഫെസിലിറ്റീസോടുകൂടി ഒരു അപ്പാർട്ട്മെൻറ്റ് വരുന്നത്. സോ അതിൻ്റെ സന്തോഷവും പങ്കുവയ്ക്കുകയാണ്. മലപ്പുറത്ത് ഇനിയും ഒരുപാട് അപ്പാർട്ട്മെൻറ്റുകൾ വളരട്ടെ മലപ്പുറം. അതോടൊപ്പം തന്നെ പുതിയ ആശുപത്രികൾ വരട്ടെ, ജനോപകാരപ്രദമായ ഒരുപാട് സംരംഭങ്ങൾ വരട്ടെ. മലപ്പുറം വളർന്ന് വലുതാവട്ടെ എന്ന് ആശംസിക്കുന്നു.